മകരവിളക്കിന്റെ പൊൻപ്രഭയിൽ ജ്വലിച്ച സന്നിധാനം തിരുവാഭരണം ചാർത്തിയ അയ്യനെ തൊഴാൻ ഭക്തലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത്. ഉത്രം നക്ഷത്രത്തിന്റെ തിളക്കത്തിൽ പുണ്യം തേടി അയ്യപ്പന്മാർ മലയിറങ്ങി തുടങ്ങി. ശബരിമല സന്നിധാനത്ത് നിന്ന് മകരവിളക്ക് ദർശന സൗഭാഗ്യം ലഭിച്ച് ആയിരങ്ങളാണ് മലയിറങ്ങുന്നത്. വൈകിട്ട് ദീപാരാധനയും മകരവിളക്കും കണ്ട് സായുജ്യമടങ്ങിയാണ് ഈ അയ്യപ്പന്മാരുടെ മടക്കം. വൈകിട്ട് 6 മണിയോടെ പന്തളത്ത് നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലെത്തി. ശബരിമല സന്നിധാനത്ത് നിന്ന് പുറപ്പെട്ട ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ശരംകുത്തിയിൽ വെച്ച് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. തിരുവാഭരണ ഘോഷയാത്ര 6:20 ശബരിമല സന്നിധാനത്തേക്ക്. തിരുവാഭരണം വഹിച്ചുള്ള 3 പേടകങ്ങളും ഉറഞ്ഞുതുള്ളി വലിയ നടപ്പന്തലിലൂടെ കടന്നുവരുന്ന കാഴ്ച ആനന്ദകരമായിരുന്നു. ശരണം വിളികൾ ഉയർന്നു. എന്ന് ഇവിടെ നിൽക്കുന്ന ഭക്തർ ഓരോരുത്തരും തീവട്ടിയുടെയും കർപ്പൂരാഴിയുടെയും അകമ്പടിയോടെയാണ് 18-ാം പടിക്ക് താഴേക്ക് തിരുവാഭരണ പേടകം എത്തിയത്. 18 പടികളും ചവിട്ടി ആ ഗുരുഭൂതന്റെ തലയിലേന്തി ആ പേടകം ഇതാ തിരുസന്നിധിയിലേക്ക് വരുന്നു. പടി കടന്ന തിരുവാഭരണ പേടകം കൊടിമര ചുവട്ടിലേക്ക്. അവിടെ വെച്ച് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ചേർന്ന് തിരുവാഭരണ പേടകത്തെ സ്വീകരിച്ചു. ക്ഷേത്ര ശ്രീകോവിലിലേക്ക് തിരുവാഭരണ പേടകം കൈമാറി. 3 ദിവസം മുമ്പ് ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര അയ്യപ്പന്റെ ആടയാഭരണങ്ങൾ അടങ്ങിയ ആ തിരുവാഭരണം, ആ പൊന്നു തിരുവാഭരണം ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു പോവുകയാണ്. നിമിഷങ്ങൾക്കകം ശബരിമല ശ്രീകോവിലിന്റെ നടയടഞ്ഞു. അതേ സമയത്ത് തന്നെയാണ് കിഴക്കൻ ചക്രവാളത്തിൽ പൊന്നമ്പലമേടിന് മുകളിലായി ഉത്രം നക്ഷത്രം ഉദിച്ചത്. ആയിരക്കണക്കിന് കണ്ഠങ്ങളിൽ നിന്ന് സ്വാമിയെ ശരണമയ്യപ്പ എന്ന വിളികളോടെ തൊഴുകൈകളോടെ അയ്യപ്പന്മാർ മാനത്തേക്ക് നോക്കി ഉത്രം നക്ഷത്രത്തെ വണങ്ങി. അതേസമയം തന്നെ ശബരിമല ശ്രീകോവിലിൽ ദീപാരാധനയ്ക്കുള്ള മണിമുഴക്കം. സർവാഭരണ വിഭൂഷിതനായി അയ്യപ്പസ്വാമിയുടെ മഹാദീപാരാധന കണ്ട് സായുജ്യമടങ്ങി അയ്യപ്പ ഭക്തർ. അങ്ങനെ അതിഗംഭീരമായ ഒരു മകരവിളക്ക് ഉത്സവം കഴിഞ്ഞാണ് അയ്യപ്പ ഭക്തർ മലയിറങ്ങിയത്. മകരസംക്രമ പൂജ വൈകിട്ട് 3:08 2:45 നട തുറന്നു. 3 മണിയോടെ മകരസംക്രമ പൂജയ്ക്കുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേകം കൊടുത്തയച്ച നെയ്യ് ഉപയോഗിച്ചായിരുന്നു അയ്യപ്പസ്വാമിക്ക് മകരസംക്രമ പൂജയിൽ അഭിഷേകം. പിന്നീട് എല്ലാവരും കാത്തിരുന്നത് തിരുവാഭരണത്തിന് വേണ്ടിയായിരുന്നു. തിരുവാഭരണ ഘോഷയാത്രയും ദീപാരാധനയും മകരവിളക്കും കാണാൻ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് പാണ്ടിത്താവളത്തുമൊക്കെ കാത്തിരുന്നത്. ഔദ്യോഗിക കണക്ക് പ്രകാരം 1.5 ലക്ഷത്തിലധികം അയ്യപ്പന്മാർ പാണ്ടിത്താവളത്തിൽ പർണശാല കെട്ടി മകരവിളക്ക് കാണാൻ കാത്തിരുന്നിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ശക്തമായിരുന്നു. കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ അയ്യപ്പ ഭക്തരെല്ലാം സുരക്ഷിതരായി പമ്പയിലേക്ക് മടങ്ങി. ശബരിമല സന്നിധാനത്ത് നിന്നും ടീം മാതൃഭൂമി ന്യൂസിനൊപ്പം ആർ അനന്തകൃഷ്ണൻ.